ചില തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലെ നാടകീയതകൾക്കും കൂറുമാറ്റത്തിനും പിന്നാലെ കർശന നടപടികൾക്കൊരുങ്ങുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി.ജെ.പിയിൽ ചേർന്ന 8 വാർഡ് അംഗങ്ങളെയും 2 വിമതരെയും അയോഗ്യരാക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് DCC വ്യക്തമാക്കി. തിരുവനന്തപുരം നാവായിക്കുളത്ത് LDF പിന്തുണയോടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കണമെന്ന് DCC നേതൃത്വം ആവശ്യപ്പെട്ടു. ആലപ്പുഴ പുളിങ്കുന്ന് പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം നൽകാത്തതിനെ തുടർന്ന് LDF-നൊപ്പം ചേർന്ന മുതിർന്ന അംഗം ഔസേപ്പച്ചൻ വെമ്പാടന്തറെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. റിനു ശ്രീധർ, അരുൺ പാറക്കൽ, സമീർ ബിൻ കരീം, അശ്വിൻ പാലാഴി, സൂരജ് സജി എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളും ചേരുകയാണ്. ആദ്യം റിനു, നാവായിക്കുളത്തെ 24 മൊത്തം സീറ്റ് UDF 12, LDF 6, NDA 6 എന്ന് പറഞ്ഞാൽ ഇരട്ടി ഭൂരിപക്ഷം ഉണ്ടായിട്ടും പഞ്ചായത്തിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് പരാജയം വരുന്ന ദയനീയമായ സാഹചര്യമാണ്. അപ്പോൾ എന്താണ് അതിലെ പാർട്ടി നടപടി, എന്ത് സംഭവിച്ചു എന്നാണ് പാർട്ടി നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ? റിനു. ഹാഷ്മി, 24-ൽ 12 സീറ്റുകൾ നേടി മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് UDF ഭരണത്തിൽ എത്തിയിട്ട് പോലും അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. LDF-ന്റെ പിന്തുണയോടുകൂടി UDF-ന്റെ വിമതനായി മത്സരിച്ച ഈ 12-ൽ ഒരാൾ തന്നെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. മറ്റൊരാൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ആദ്യം മുതൽ, അതായത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള തർക്കം നാവായിക്കുളം പഞ്ചായത്തിലെ UDF-മായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. അതിനുശേഷം അധ്യക്ഷ പദവിയിലേക്ക് എത്തുമ്പോഴും പ്രാദേശിക തലത്തിലുള്ള 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള പടലപ്പിണക്കം അതിന് വലിയ രീതിയിൽ ഇടങ്കോലിടുന്ന ഒരു സാഹചര്യമുണ്ടായി. DCC ഇടപെട്ടു, പരിഹരിക്കാൻ പറ്റിയില്ല. KPCC ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇതിൽ ജിഹാദ്, അതുപോലെ തന്നെ താഹ, നിസാം എന്നീ 2 പേരെയാണ് 2 പ്രാദേശിക ഗ്രൂപ്പുകൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചത്. പക്ഷേ അതിലും തീർന്നില്ല. രണ്ടാമതും ആർക്ക് 2.5 വർഷം എന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിലെത്തുന്നതിലും തർക്കം ഉടലെടുത്തു. തുടർന്നാണ് ഒരു വിഭാഗം ഈ വിമതനായി വന്ന നിസാം കടവൂർ എന്ന് പറയുന്ന ആളിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മറ്റൊരാളിനെയും കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ LDF പിന്തുണയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ നാവായിക്കുളം ഏരിയ കമ്മിറ്റിയിലും അത് വലിയ രീതിയിൽ ചർച്ചയായി. പക്ഷേ നിലവിൽ നേരത്തെ തന്നെ തീരുമാനിച്ച ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പഞ്ചായത്തിൽ CPM-ഉം ഇങ്ങനെ ഒരു നിലപാടെടുത്തത്, അല്ലെങ്കിൽ LDF-ഉം ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും DCC-യും KPCC-യും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ, അതായത് ഈ വിപ്പ് ലംഘിച്ചു പോയി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വിപ്പ് കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളൊരു ആരോപണവും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും നിലവിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും രാജിവെപ്പിച്ചുകൊണ്ട് 6 മാസത്തിനകം വീണ്ടും UDF തന്നെ ഭരണം പിടിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ. ഒപ്പം ഇത്തരം ഒരു നിലപാടെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയിലേക്ക് പോകുമെന്നുള്ള ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.